നമസ്കാരം. അങ്ങനെ കേരളത്തിന്റെ പുതുയുഗ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരിക്കുന്നു. വലിയ കൊട്ടും കുരവിയുമായിട്ട് വലിയ ആവേശത്തോടെയാണ്. കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ ആവേശപൂർവ്വം പറയുന്നത് കേട്ടു, ലോകത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ മതേതരമായിട്ടുള്ള ഒരു മുന്നണി അധികാരത്തിൽ വരുന്നത്. എന്താണാവോ? അദ്ദേഹം അന്തിച്ചർച്ചയിലെ തൊഴിലാളിയാണ് അദ്ദേഹം. ഈ അന്തിക്കള്ള് ഒക്കെ കഴിക്കാൻ വേണ്ടി തലയിൽ മുണ്ടിട്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അതുപോലെ അന്തിക്കള്ളിൻ്റെ ഒരു ലഹരിയിലാണോ ഇങ്ങനെയൊക്കെ വിവരദോഷങ്ങൾ വിളിച്ചു പറയുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ മതേതര മന്ത്രിസഭയിലുള്ളത് ആരൊക്കെയാണ്? മുസ്ലിം ലീഗ് ഉണ്ട്, കേരള കോൺഗ്രസ് ഉണ്ട്. ഇതൊക്കെയാണ് മതേതരമായിട്ടുള്ള ഐക്യത്തിൻ്റെ പ്രതീകങ്ങൾ. എവിടെ BJP ഉണ്ടോ അവിടെ വർഗീയത. ബാക്കി എല്ലാ പാർട്ടികൾക്കും മതേതരത്വത്തിൻ്റെ മതനിരപേക്ഷതയുടെ മഹനീയമായിട്ടുള്ള മുദ്ര എന്നൊക്കെ പറയും. പക്ഷേ അദ്ദേഹം എന്തും പറഞ്ഞോട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഈ പത്രക്കാരെ സമൂഹം എങ്ങനെയാണ് വിലയിരുത്തുന്നത് എന്നുള്ള മാപ്പറകളെന്നൊക്കെ പറഞ്ഞ് വിലയിരുത്തുന്ന ആ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് വിധേയമാക്കാനുള്ള ഒരു വാക്യം കൂടി അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രമേ അതിനർത്ഥമുള്ളൂ. അതിനപ്പുറം വലിയ പ്രസക്തിയൊന്നുമില്ല. പത്രങ്ങളെല്ലാം ഇപ്പം നഷ്ടത്തില്ല. ഇതുപോലുള്ള മാപ്പറകൾ തന്നെയാണ് കാര്യം. വിവരമില്ലാതെ ഇങ്ങനെയൊക്കെ വിളിച്ചു പോവുക. ഇപ്പം നോക്കൂ, നിങ്ങൾ ഈ മന്ത്രിസഭയെ തന്നെ ഒന്ന് നോക്കൂ. ശരിയായിട്ടൊന്ന് വിശകലനം ചെയ്തു. ആവേശപൂർവ്വം ഇദ്ദേഹം പറയുമ്പോൾ മന്ത്രിസഭയ്ക്ക് കൂട്ടുത്തരവാദിത്തമാണെന്നുള്ളത് ഇന്ത്യൻ ജനപ്രാതിനിധ്യ നിയമത്തിലും ഭരണഘടനയിലും ഉള്ള ഒരു തത്വമാണ്. മന്ത്രിസഭയ്ക്ക് കൂട്ടായ ഉത്തരവാദിത്തം. അപ്പൊ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുന്നത് വാസ്തവത്തിൽ VD സതീശൻ ആണ്, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഇതിന്റെ ക്യാപ്റ്റൻ ആരാ? ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. ക്യാപ്റ്റൻ KC വേണുഗോപാൽ തന്നെയാണ്. അതായത് കോൺഗ്രസിന് 63 സീറ്റുണ്ട്, 63 MLA-മാരുണ്ട്. അവരിൽ 49 പേർ പിന്തുണച്ച KC വേണുഗോപാലിന് മുഖ്യമന്ത്രി പദം നഷ്ടപ്പെട്ടതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പ് എന്ന് അദ്ദേഹം പറയത്തില്ല, ക്യാമ്പിലുള്ള 8 പേരെ ഈ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ മുഖ്യമന്ത്രി പദം കിട്ടാൻ വേണ്ടി തനിക്ക് പ്രിയപ്പെട്ട പലരെയും ഈ മുഖ്യമന്ത്രി VD സതീശൻ കടലിലേക്ക് എടുത്ത് തള്ളിയിട്ടുണ്ട്. അതാണ് സംഭവിച്ചത്. അങ്ങനെയാണ് കോഴിക്കോടിന് ഒരു പ്രതിനിധിയെ കൊടുക്കാൻ പോലും കഴിയാൻ. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും തെരഞ്ഞെടുപ്പിന് കോഴിക്കോടായിരിക്കും നിർണായകം. കോഴിക്കോട് ജില്ലയിൽ ആര് മുന്നോട്ട് വരുന്നോ അവരായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുക. കോഴിക്കോട് ആ വാക്കിനോടൊപ്പം നിന്നു, UDF-നോടൊപ്പം നിന്നു, വമ്പിച്ച വിജയം സമ്മാനിച്ചു. പക്ഷേ കോഴിക്കോടിന് ഒരു പ്രതിനിധിയെ കിട്ടിയില്ല. അത് മുസ്ലിം ലീഗ് കൊടുത്തില്ല, കോൺഗ്രസും കൊടുത്തില്ല. അവിടെ പ്രതിഷേധത്തിന്റെ പ്രകടനങ്ങൾ നടക്കുകയാണ്. പ്രതിഷേധത്തിന്റെ പ്രകടനങ്ങൾ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന്റെ ബലിയാടായി തീർന്നിട്ടുണ്ട് കോഴിക്കോട് ജില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ 12 കോൺഗ്രസ് മുഖ്യമന്ത്രി ഉൾപ്പെടെയാണ് ഉണ്ട്. അതിൽ 8 പേരും KC വേണുഗോപാലന്റെ ക്യാമ്പിൽ നിൽക്കുന്നവരാണ്, അച്ചട്ടായിട്ട് നിൽക്കുന്നു. ഇതിന് ഇപ്പോൾ VD സതീശന്റെ ഒപ്പം നിൽക്കാനുണ്ട്, അനുകൂലമായി നിൽക്കാനുണ്ട് എന്ന് കരുതുന്ന 2 പേരേ ഉള്ളൂ. ഒന്ന് K മുരളീധരനാണ്, മറ്റൊന്ന് റോജി M ജോണാണ്. JNU സർവകലാശാലയുടെ ചെയർമാനായിട്ടൊക്കെ ഇരുന്ന വളരെ എലീറ്റായിട്ടുള്ള റോജി M ജോൺ. തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രിയാവേണ്ട ആളാണ്. പക്ഷേ അതിനേക്കാൾ മന്ത്രിയാകേണ്ട ഒരാളായിരുന്നു ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ആള്. എന്തുകൊണ്ടാണ്? നിങ്ങൾ ഭൂരിപക്ഷം നോക്കിയല്ലല്ലോ തീരുമാനിച്ചത് മന്ത്രിമാരെ, വികാരം നോക്കിയാണ് അല്ലേ? ആ വികാരം നോക്കുമ്പോൾ ഏറ്റവും വലിയ വികാരം എന്ന് പറയുന്നത് നിങ്ങളെക്കാൾ മുകളിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ വികാരമാണ്. ഉമ്മൻചാണ്ടിയെ പോലെ ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവ് കേരളത്തിലില്ലായിരുന്നു. കോൺഗ്രസ്സുകാർക്ക് അതിൽ തർക്കമുണ്ടോ? ഒരു തർക്കവും ഉണ്ടാവേണ്ട കാര്യമില്ല. അദ്ദേഹം മരിച്ച് അദ്ദേഹം ഈ ലോകത്ത് നിന്ന് പോയപ്പോൾ അതിൻ്റെ പിന്നാലെ പോയ ജനങ്ങളുടെ കരച്ചിലും അതിൻ്റെ ഒരു വലിയ ജനസംഖ്യ ബാഹുല്യവും നോക്കിയാൽ അറിയാം ഉമ്മൻചാണ്ടി ആരായിരുന്നു ഈ കോൺഗ്രസ് എന്ന്. ഉമ്മൻചാണ്ടി ആരായിരുന്നു ഈ ആകെ മൊത്തം കേരളത്തിൽ നിന്ന്. ഇത്രയും ജനപ്രിയമായിട്ടുള്ള ഒരു നേതാവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് അതൊരു വികാരമല്ലേ? എന്തേ ആ വികാരത്തിന് പരിഗണന കൊടുക്കാഞ്ഞത്? അദ്ദേഹത്തിൻ്റെ മകനുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ മകനെ ഒന്ന് മന്ത്രിയാക്കാമായിരുന്നില്ലേ? നിങ്ങൾക്ക് ഈ വികാരം വെച്ചളന്നിട്ടാണ് മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ തീരുമാനിക്കുന്നതെന്നാണല്ലോ പറഞ്ഞത്.
മുസ്ലിം ലീഗാണല്ലോ പറഞ്ഞ വികാരം വെച്ച് വേണം തീരുമാനിക്കാൻ, ഭൂരിപക്ഷം വേണ്ട വികാരം. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും ശക്തമായിട്ടുള്ളത് വർഗീയ വികാരമാണ്. ആ വർഗീയ വികാരം ഉൾക്കൊള്ളുന്ന ആൾക്കാർ തന്നെ ധാരാളമായിട്ട് ഈ മന്ത്രിസഭയിലുണ്ടാവും. ആരെന്ന് പേരെടുത്ത് പറയേണ്ട കാര്യമില്ല, ജനങ്ങൾക്കറിയാം. ജനങ്ങൾക്ക് ദി കോമൺ മാൻ ഈസ് മോർ ഇന്റലിജന്റ് ദാൻ അസ്. അവരെ കബളിപ്പിക്കാൻ നോക്കണ്ട. ഈ നാട്യം കൊണ്ടും അഭിനയം കൊണ്ടൊന്നും അവരെ കബളിപ്പിക്കാമെന്ന് ആരും വിചാരിക്കുകയും വേണ്ട. ഉള്ളിലുള്ളത്, നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിലുള്ളത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചിലരുടെ ഉള്ളിൽ ഉള്ളത് വർഗീയതയാണെങ്കിൽ മറ്റു ചിലരുടെ ഉള്ളിൽ പണം ഇങ്ങനെ കൈക്കലാക്കാനുള്ള ഒരു ആർത്തിയാണുള്ളത്. കാരണം പൊളിറ്റിക്സ് ഈസ് എ ലുക്രേറ്റീവ് ബിസിനസ്. അതുകൊണ്ടാണ് ഇവിടെ ഒരു തർക്കം വന്നത്. ആരാവണം, ഞാനാവണം, അഹമികയ. അതൊരു പോസിറ്റീവ് അർത്ഥത്തിലാണ് കവി പാടിയതെങ്കിൽ അഹമികയ എന്നുള്ള ഈഗോയാണ് ഇവിടെ കളിച്ചത്. എന്തിനു വേണ്ടിയിട്ടത്? കാരണം ആ പദവിയിലിരുന്നാൽ അധികാരമുണ്ടൊന്നാമത്, പിന്നെ പണമുണ്ട്. അവിടെ പണം വരും, പണം വളരും. പണം കായ്ക്കുന്ന വൃക്ഷമാണ് അധികാരം എന്നുള്ളതുകൊണ്ടാണ് ഈ ആർത്തി കാണിച്ചത്. അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറി, എനിക്ക് വേണ്ട അദ്ദേഹം ആയിക്കോട്ടെ, എനിക്ക് വേണ്ട അദ്ദേഹം അഴിച്ചു. അതാണ് ഒരു കോൺഗ്രസ് കുടുംബത്തിന്റെ സംസ്കാരം, സ്നേഹം. അതാണ് ശരിയായിട്ടുള്ള വികാരം, സ്നേഹം. പക്ഷെ ഇവിടല്ല, വികാരത്തെ പ്രകടിപ്പിച്ച് ഇയാളായി കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും നേട്ടം ഉണ്ടാവും. സംഘടിപ്പിച്ചതാണ് കേരളത്തിലെ പ്രകടനം എന്ന് പറയുന്നത് ഞാനല്ല, കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. അതിനുവേണ്ടി ഫ്ലക്സ് ബോർഡ് കീറി ആസൂത്രണം ചെയ്തത് ഞാനല്ല, കോൺഗ്രസ്സുകാർ തന്നെയാണ്. പറഞ്ഞു, ഇത് കോൺഗ്രസ്സുകാരും ഇങ്ങനെ ചെയ്യില്ല. ഞാൻ കണ്ടു, ദൃക്സാക്ഷിയാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെ ആ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നത്. കാരണം ഇദ്ദേഹം വന്നാൽ എനിക്ക് കാര്യസാധ്യമുണ്ട്, അത്രയേ ഉള്ളൂ. ജനസേവനമൊന്നും അല്ല. വികാരമെന്ന് പറയുന്നത്, വികാരം വെച്ച് അളന്നിട്ടാണ് നിങ്ങൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് എങ്കിൽ ആ വികാരം ഏറ്റവും കൂടുതൽ ഉണ്ടായത് പിണറായി അതാണ് അദ്ദേഹത്തിനെതിരെയുള്ള വികാരം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിന്റെ മെടുക്ക് കൊണ്ടും ക്യാപ്റ്റൻസി കൊണ്ടും ഒന്നും അല്ല ഇത് സംഭവിച്ചത്. ഇപ്പൊ ക്യാപ്റ്റനെ കുറിച്ച് പറയുകയാണെങ്കിൽ 12 മന്ത്രിമാരിൽ 8 പേരുടെ പിടി കയ്യിലുള്ള KC വേണുഗോപാലാണ് ഈ കപ്പലിന്റെ ക്യാപ്റ്റൻ. അങ്ങനെ തന്നെ പറയാൻ പറ്റൂ. നമുക്ക് സതീശനെ അപ്പൊ ഏത് സ്ഥാനത്ത് ക്യാപ്റ്റന്റെ, അദ്ദേഹത്തെ വേണമെങ്കിൽ ചീഫ് എഞ്ചിനീയർ, കപ്പലിന്റെ ക്യാപ്റ്റൻ മാത്രമല്ല പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന ഒരു ചീഫ് എഞ്ചിനീയർ അല്ലെങ്കിൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസർ, അങ്ങനെ ഒരു പോസ്റ്റേ ഉള്ളൂ. വാസ്തവത്തിൽ ഇത് ചില അപ്രിയ സത്യങ്ങൾ സത്യപ്രതിജ്ഞ ദിവസം തന്നെ പറയേണ്ടി വരുന്നത് ഈ വാനോളം പുകഴ്ത്തുന്ന വാഴ്ത്തിപ്പാടലുകൾ ആണ് ഒരു പാർട്ടിയുടെ ആണെങ്കിലും ഒരു മുന്നണിയുടെ ആണെങ്കിലും ഏറ്റവും വലിയ ശത്രു അതാണ്. അതുകൊണ്ട് സതീശന്റെ മിത്രമായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്നെ വിമർശിക്കണം എന്നാണ് പറഞ്ഞത്. എന്നെ വിമർശിക്കണം, തിരുത്തൽ ശക്തിയായി മാധ്യമങ്ങൾ ഉണ്ടാവും. ആ ഒരു തിരുത്തൽ ശക്തിയായിട്ട് ഞാൻ ഒരു റോൾ വഹിക്കുക. അപ്പോൾ ഇത് ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുമെന്നറിയാം. ഏത് ക്വാർട്ടേഴ്സിൽ നിന്നാണ് അത് വരുന്നതെന്നും എനിക്ക് വ്യക്തമായ ബോധ്യത്തോടു കൂടി തന്നെയാണ് അത് നേരിടാൻ തയ്യാറായി തന്നെയാണ് ഇരിക്കുന്നത്. എന്നിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമ പ്രവർത്തകൻ, എന്തൊരു മാഗ്നാനിമിറ്റി, എന്തൊരു വിശാല മനസ്കര, ദൈവമേ എന്നും പറഞ്ഞ് നെഞ്ചത്തടിച്ച് അദ്ദേഹം ഈ സതീശനോടുള്ള വികാര പ്രകടനം കൊണ്ട് നിലവിളിക്കുന്ന കാഴ്ചയും കൂടി ഞാൻ കണ്ടു. എന്താണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ജവഹർലാൽ നെഹ്റുവാണ് ചാണക്യ എന്ന പേരിൽ തൻ്റെ ഗവൺമെന്റിനെ വിമർശിച്ചുകൊണ്ട് കൽക്കട്ടയിൽ നിന്നിറങ്ങുന്ന ഒരു പ്രസിദ്ധീകരണത്തിൽ എഴുതിയത്. താൻ തന്നെ വിമർശിച്ചു. കാരണം അന്ന് വിമർശിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, മൃഗീയ ഭൂരിപക്ഷമായിരുന്നു കോൺഗ്രസിന്. അതുകൊണ്ട് അദ്ദേഹം തന്നെ വിമർശിച്ചു. അതിനേക്കാൾ വലിയ ആളാണ് സതീശൻ എന്നാണ് പറഞ്ഞു വരുത്തുന്നത്. എന്തൊക്കെ ഈ വാഴ്ത്തിപ്പാടൽ കൊണ്ടാണ്, ഈ കാട്ടാക്കട മുരുകന്റെയും ജോൺ ബ്രിട്ടാസിന്റെയും അതുപോലെ വീണ ജോർജിന്റെയും ഇത്തരം വാഴ്ത്തിപ്പാടൽ കൊണ്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കഴിവുറ്റ രാഷ്ട്രീയ ഭരണ അധികാരി തകർന്നു തരിപ്പണമായത്. ഡേയ്സ് ടു എർത്ത്, ഫാൾ ഓഫ് പിണറായി വിജയൻ, ഡിക്ലൈൻ ആൻഡ് ഫാൾ ഓഫ് പിണറായി വിജയൻ. ഇതിന്റെ ഫലമായിരുന്നു ഇതുപോലുള്ള വാഴ്ത്തിപ്പാടലുകളുടെ ഫലമായിരുന്നു. ഇപ്പൊ തിരുത്തി പാടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇപ്പോൾ സമയം അവസാനിക്കുന്നതുകൊണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്താം. ഇതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് ജവഹർലാൽ നെഹ്റു, കാർട്ടൂണിസ്റ്റ് ശങ്കർ ഡോണ്ട് സ്പെയർ മീ എന്ന് പറഞ്ഞാണ്. അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ നേരത്തെയും ഉണ്ടായിരുന്നു. ഈ വിമർശനങ്ങളെ ഏറ്റവും കൂടുതൽ നേരിട്ടത് കെ കരുണാകരനാണ്. പത്രക്കാർക്കെതിരെ ഒരു നടപടിയും അദ്ദേഹം സ്വീകരിച്ചില്ല. പത്രക്കാരുടെ പ്രിയനായിരുന്നു. പത്രക്കാർ എന്ന് ചോദിക്കുന്ന സൗജന്യം, എനിക്ക് അത് വേണം ഇത് വേണം എന്ന് പറയുന്ന, എനിക്ക് ഗ്യാസ് വേണം, എനിക്ക് കാർ അലോട്ട് ചെയ്യണം, അന്ന് കിട്ടാൻ പ്രയാസമായിരുന്നു, ഇതുപോലെ വാങ്ങിക്കാൻ പറ്റില്ല, കാർ അലോട്ട് ചെയ്യണമെന്നൊക്കെ ചെന്ന് പറയുമ്പോൾ അതെല്ലാം സാധിച്ചു കൊടുത്തിട്ടുണ്ട് സൗജന്യമായിട്ട്. പത്രക്കാർക്ക് ഇത്രയധികം ആനുകൂല്യങ്ങൾ കൊടുത്ത വേറൊരാളില്ല. പ്രസ് അക്കാഡമി സ്ഥാപിച്ചതും കെ കരുണാകരനാണ്. അവരുടെ പെൻഷൻ പദ്ധതി നടപ്പാക്കിയതും കെ കരുണാകരനാണ്. പത്രക്കാർ ഇത്രയും വിമർശിച്ചിട്ടുള്ള വേറൊരാൾ ലോകത്തിലില്ല. അത് പറയുന്നത് സത്യമാണ്. അപ്പൊ അങ്ങനൊന്നും ഈ പത്രക്കാരെന്ന് പറയുന്നത് ഈ വികാരം കൊള്ളേണ്ട കാര്യമില്ല. വസ്തുനിഷ്ഠമായിട്ട്
കാര്യങ്ങൾ പറയുകയാണ് വേണ്ടത്. ഈ ഗവൺമെന്റിൽ ഒന്നാമത്തെ കാര്യം, മുഖ്യമന്ത്രിക്ക് ഒരു കൺട്രോളില്ല. ഇപ്പൊ നോക്കൂ, സ്പീക്കർ അദ്ദേഹം മന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച ആളാണ്. സ്പീക്കർ പദവിയിൽ നിന്നുകൊണ്ട് ചട്ടത്തിന് വിരുദ്ധമായിട്ട് സതീശനെ അനുകൂലിക്കുന്ന തരത്തിലൊരു പ്രവർത്തനം അദ്ദേഹത്തിൽ 100% ഞാൻ ഉറപ്പു പറയുന്നു ഉണ്ടാവില്ല. അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രി എങ്ങനെയായിരുന്നു കോടിയേരി VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആ വകുപ്പ് കൈകാര്യം ചെയ്തത് എന്നുള്ള രീതിയിലായിരിക്കും അദ്ദേഹത്തിന്റെ പ്രവർത്തനം. സംശയമൊന്നുമില്ല. കാരണം ഈ മുഖ്യമന്ത്രി പദം ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച വ്യക്തികളിൽ ഒന്നാണ് അദ്ദേഹം. മൗനമായിട്ടിരുന്നാൽ ഇത് കിട്ടുമെന്ന് വിചാരിച്ച് വഴക്കുണ്ടാക്കാതെ, പക്ഷേ മൗനം അദ്ദേഹത്തിന് വലിയ അബദ്ധമായി പോയി, മൗനം അബദ്ധമായി പോയെന്ന് അദ്ദേഹം ഇപ്പോൾ കരുതുന്നുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം എടുക്കുന്ന നടപടികൾ ഒരിക്കലും VD സതീശന്റെ അനുജ്ഞ അനുസരിച്ചായിരിക്കില്ല. ഈ 2 പ്രധാന വകുപ്പുകൾ പോരെ. ധനം പിന്നെ VD സതീശന്റെ കയ്യിലുള്ളത് അദ്ദേഹത്തിനൊരു ഭാഗ്യമെന്നേ പറയാൻ പറ്റൂ. അതുപോലെ ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ആ പാർട്ടി, ഇതിനോട്ടുള്ള ഘടകകക്ഷി, അവരുടെ താല്പര്യങ്ങൾക്ക് മാത്രമേ മുൻതൂക്കം നൽകാറുള്ളൂ. അതാണ് ചരിത്രത്തിന്റെ ഭാഗമാണത്. അവരത് നേരത്തെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. വഖഫ് ഭേദഗതി സംബന്ധിച്ചുള്ള ഹർജിയിൽ ഞങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ ക്ഷേമത്തിനും സത്യസന്ധമായിട്ട് അതിൽ വന്നു, സത്യം പുറത്തു വന്നിട്ടുണ്ട്, അത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പൊ ഇങ്ങനെ ക്ലാഷ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന വലിയൊരു വെല്ലുവിളിയാണ് ഇനി സതീശന്റെ മുമ്പിലുള്ളത്. സാമ്പത്തിക വെല്ലുവിളിയേക്കാൾ വളരെ ഉയരത്തിൽ നിൽക്കുന്ന ആ വെല്ലുവിളിയെ സതീശൻ എങ്ങനെ നേരിടും എന്നുള്ളതാണ് ഇനിയത്തെ. ശരിക്കും പിണറായി വിജയൻ പറഞ്ഞ പോലെ സൈക്കിൾ ചങ്ങലകളുടെയും അതുപോലെ നെട്ടിപ്പിടിച്ച വടിവാളുകളുടെയും മുമ്പിൽ കൂടിയാണ്, അസിധാരയിൽ കൂടിയുള്ള, വാൾമുനയിൽ കൂടിയുള്ള, അല്ലെങ്കിൽ ടൈറ്റ് റോപ്പ് വാക്കിംഗ് പോലുള്ള ഈ സതീശന്റെ ഇനി മുന്നോട്ടുള്ള യാത്ര എന്ന് മാത്രമേ ഇപ്പോൾ പറയൂ.